ബിക്കാനീറിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനാണ് ഇന്ത്യൻ ക്യാമൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. കർണിമാത ക്ഷേത്രത്തിൽ നിന്നും ബിക്കാനീറിലേക്ക് മടങ്ങി വരുന്ന വഴിക്ക് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേരുവാനും എളുപ്പമാണ്. അധികം ടൂറിസ്റ്റുകളൊന്നും ഞങ്ങൾ എത്തിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. ടിക്കറ്റ് ഒന്നിന് 50 രൂപയാണ് നിരക്ക്. ഒരുപാട് ക്യാമലുകളുണ്ട്. പക്ഷെ ഇവിടെ ഒരു പോരായ്മയായി തോന്നിയത് കാര്യങ്ങൾ പറഞ്ഞു തരാനോ വിശദീകരിക്കുവാനോ ഒന്നും തന്നെ ഒരു ഗൈഡോ മറ്റുദ്യോഗസ്ഥരോ ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെ കയറി ഇറങ്ങി കാണുക തന്നെ. ഞങ്ങളെ കൂടാതെ 1-2 ഫോറിൻ ടൂറിസ്റ്റുകൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ക്യാമൽ എൻക്ലോഷറുകൾക്ക് അടുത്തെത്തുവാൻ റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ കീഴിലുള്ള ഒരു പ്രീമിയർ റിസർച്ച് സ്ഥാപനമാണ് നാഷണൽ റിസർച്ച് സെൻറ്റർ ഓൺ ക്യാമൽ. നമ്മളുടെ നാട്ടിലൊക്കെ പശുവും കാളയും ഒക്കെ ഉള്ള മാതിരി രാജസ്ഥാനിലെ ഏറ്റവും സുലഭമായ ഒരു മൃഗമാണ് ക്യാമൽ. അവരുടെ ജീവിത രീതിയെയും ആവാസ വ്യവസ്ഥയെയും എല്ലാം തന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു ജനതയ്ക്ക് ക്യാമലാണ് അവിടുത്തെ ഏറ്റവും വലിയ ചുമടെടുപ്പ് മൃഗമെന്ന് പറയാം. ബിക്കാനീറിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊന്നുമല്ല ഈ റിസർച്ച് സെൻറ്റർ. എന്നാൽ ഒരു ദിവസത്തെ ബിക്കാനീർ ട്രിപ്പിൽ സമയമുണ്ടെങ്കിൽ കർണിമാതയിൽ നിന്നും തിരിച്ചു വരുന്ന വഴിക്ക് ഉറപ്പായും കാണേണ്ട ഒന്ന് തന്നെയാണിത്. മലയാളികളെ സംബന്ധിച്ച് നമ്മളുടെ നാട്ടിൽ അങ്ങനെ എല്ലാ ദിവസവും കാണാൻ കഴിയുന്നതൊന്നുമല്ല ഒട്ടകങ്ങളെ. അതുകൊണ്ട് തന്നെ ഇത്രയും വെറൈറ്റിയിലുള്ള ഒട്ടകങ്ങളെ കാണുക എന്നതും അവരുടെ ജീവിത രീതിയും അവരുടെ ആവാസ വ്യവസ്ഥയും അവരുടെ ഭക്ഷണ രീതിയും ഒക്കെ കാണുക എന്നുള്ളത് കൗതുകമുണർത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതിനുപരിയായി ഒരുപാട് പ്രദേശത്തായി പരന്നു കിടക്കുന്ന ഒരു വലിയ സ്ഥാപനമാണിത്. എന്നാൽ വളരെ സീരിയസ് ആയ റിസർച്ച് നടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇതിലൊരു 90% സ്ഥലങ്ങളും പബ്ലിക്കിന് റെസ്ട്രിക്റ്റഡ് ആണ്. വളരെ കുറച്ചു സ്ഥലത്ത് മാത്രമാണ് പബ്ലിക്കിന് എൻട്രി ഉള്ളത്. അതുതന്നെയാകട്ടെ ബ്രീഡിംഗ് നടക്കുന്ന ഏരിയകളിലോ മറ്റ് റിസർച്ച് നടക്കുന്ന ഏരിയകളിലോ ഒന്നും തന്നെ നമുക്ക് കടന്നു ചെല്ലാനാകില്ല. സാധാരണ ക്യാമൽ എൻക്ലോസ്റ്ററുകളിൽ മാത്രം നമുക്ക് പോയി കണ്ടു മടങ്ങി വരാം. കണ്ടുമടങ്ങുക മാത്രമല്ല, ക്യാമൽ റൈഡിങ്ങും ക്യാമൽ സഫാരിയും ഒക്കെ ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഒട്ടകങ്ങളുടെ ജീവിത രീതിയെപ്പറ്റി പറഞ്ഞു തരികയും ഇവിടുത്തെ റിസർച്ച് ആക്ടിവിറ്റീസിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി ഇതിനോട് ചേർന്ന് തന്നെ ഒരു ക്യാമൽ മ്യൂസിയവുമുണ്ട്. യഥാർത്ഥത്തിൽ രാജസ്ഥാനിലെ ഒട്ടകങ്ങളിൽ തന്നെ പ്രധാനമായും 2 വിഭാഗങ്ങളുണ്ട്: ബിക്കാനീറി ഒട്ടകങ്ങളും ജയ്സാൽമീരി ഒട്ടകങ്ങളും. എന്നാൽ ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ലാത്തതിനാൽ എനിക്കിവയെ രണ്ടും വേർതിരിച്ചറിയുവാനൊന്നും കഴിഞ്ഞില്ല. എന്നെ സംബന്ധിച്ച് രാജസ്ഥാനിൽ കാണുന്ന ഒറ്റ മുഴയുള്ള ഒട്ടകങ്ങളും ലഡാക്കിലെ ബാക്ട്രിയൻ ക്യാമൽസ്, അതായത് ഡബിൾ ഹംപ്ഡ് ക്യാമൽസും മാത്രമേ വേർതിരിച്ച് കാണാനൊക്കെ കഴിയൂ. എന്നാലും ഇതിനെപ്പറ്റിയൊക്കെ കൂടുതലൊരു ധാരണ ഇവിടുത്തെ മ്യൂസിയം സന്ദർശിച്ചതിൽ നിന്നും കിട്ടി. ഇങ്ങനെ ഒട്ടകങ്ങളെയൊക്കെ കണ്ട് നടന്ന് ക്ഷീണിക്കുമ്പോൾ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഒട്ടകപ്പാൽ കൊണ്ടുണ്ടാക്കിയ ചായ, ഐസ്ക്രീം, കുൽഫിയൊക്കെ വിൽക്കുന്ന ഒരു കടയും ഇവിടെയുണ്ട്. ഞങ്ങൾ അവിടെ നിന്നും 2 കുൽഫിയാണ് വാങ്ങിയത്. 25 രൂപയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ വില. ഇപ്പോൾ ഓർക്കുന്നില്ല. എന്തായാലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിതുവരെ ഒട്ടകപ്പാൽ കഴിച്ചിട്ടേ ഇല്ല. അങ്ങനെ കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ കഴിക്കാൻ ഒരു പേടി ഉണ്ടായതുകൊണ്ട് വ്ളോഗർ കം ടെസ്റ്ററായ എൻ്റെ സഹയാത്രികനെ കൊണ്ട് തന്നെ അത് ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ക്യാമറയൊക്കെ പിടിച്ചു വാങ്ങി അദ്ദേഹം ഐസ്ക്രീം ടേസ്റ്റ് ചെയ്യുന്നതാണ് ഷൂട്ട് ചെയ്തത്. എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, അദ്ദേഹത്തിന് അത് പിടിച്ചിട്ടില്ല. ഇനി ബിക്കാനീർ സിറ്റിയിലേക്കാണ് മടക്കം. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.